അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, ഖുർആനിലെ ആയത്തുകൾ തമ്മിലും സൂറത്തുകൾ തമ്മിലും ബന്ധിപ്പിക്കുന്ന സവിശേഷമായ ബന്ധങ്ങളെക്കുറിച്ച് വിവിധങ്ങളായ പഠനങ്ങളും ഗവേഷണങ്ങളും പണ്ഡിതന്മാർക്കിടയിൽ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഇസ്രാഇനെ അത്തരത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. ഈ സൂറത്ത് തസ്ബീഹ് കൊണ്ടും തഹ്മീദ് കൊണ്ടും വലയം ചെയ്യപ്പെട്ട സൂറത്ത് എന്ന് ഈ സൂറത്തിനെ കുറിച്ച് പറയാറുണ്ട്. അത് സുബ്ഹാന എന്ന് അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് തുടങ്ങി വഖുലിൽ ഹംദുലില്ലാ എന്ന് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ്. മാത്രവുമല്ല, ഈ സൂറത്തിന് മുമ്പ് നാം പഠിച്ച സൂറത്തുൻ നഹൽ അത് തുടങ്ങുന്നത് സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ എന്ന് വരുന്ന ആയത്ത് കൊണ്ടാണ്. ഈ സൂറത്തിന് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂറത്തിന് ശേഷം വരുന്ന സൂറത്തുൽ കഹ്ഫ് തുടങ്ങുന്നത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ അർത്ഥത്തിലും തസ്ബീഹ് കൊണ്ട് തുടങ്ങുന്ന ഒരു സൂറത്ത് മുമ്പും വന്നു, തഹ്മീദ് കൊണ്ട് തുടങ്ങുന്ന ഒരു സൂറത്ത് ശേഷവും വന്നു. അതുകൊണ്ടുമാവാം സൂറത്തുൽ ഇസ്രാഇനെ തസ്ബീഹ് കൊണ്ടും തഹ്മീദ് കൊണ്ടും വലയം ചെയ്യപ്പെട്ട സൂറത്ത് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, കഴിഞ്ഞ സൂറത്ത് അവസാനിച്ചത് ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീനഹും മുഹ്സിനൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹു തഖ്വയുള്ളവരുടെയും മുഹ്സിനുകളുടെയും ഉത്തമരായ ആളുകളുടെയും കൂടെ ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് സൂറത്തുൻ നഹ്ല് അവസാനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളിൽ നിന്ന് അനുഭവിക്കുന്ന പീഡനങ്ങളിൽ പതറാതെ ക്ഷമയോടെ നിലകൊള്ളണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ ശേഷമാണ് അള്ളാഹു താങ്കളുടെ കൂടെയും ഉത്തമന്മാരായ സത്യവിശ്വാസികളുടെ കൂടെയും ഉണ്ടാവും എന്ന് ഉറപ്പു കൊടുക്കുന്നത്. അള്ളാഹുവിൻ്റെ മഅയ്യത്ത് എന്നാണ് അള്ളാഹു ഇങ്ങനെ കൂടെ ഉണ്ടാവുക എന്നതിന് പറയുക. അപ്പോൾ അള്ളാഹു ഇങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഇസ്രാ മിഅ്റാജ് സംഭവം സൂറത്തുൽ ഇസ്രാഇൻ്റെ ആദ്യത്തിൽ വിവരിക്കുന്നത്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടാവും എന്ന് ഉറപ്പ് കൊടുത്തതിന് ശേഷം ആ ഉറപ്പിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ, അള്ളാഹു കൂടെ ഉണ്ടാവുക എന്നതിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയെയാണ് അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിക്കൊണ്ടുപോവുക എന്നതിലുള്ളത്. ആ കൂട്ടിക്കൊണ്ടുപോകലിൻ്റെ ശൈലി തന്നെ തൻ്റെ അടിമയെ രാപ്രയാണം ചെയ്യിച്ചവൻ എത്ര പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സ്വന്തം അടിമ അബ്ദഹു എന്ന് ആ കൊണ്ടുപോകലിനോടൊപ്പം ചേർത്ത് പറയുകയാണ്. എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകൾ തന്നെയാണ്, അത് പൊതുവായ അടിമത്വമാണ്. എന്നാൽ ആ അടിമത്വം പ്രത്യേകമാകുന്നത് ഒരടിമ ക്ഷമയോടെയും തഖ്വയോടെയും എത്രയധികം അള്ളാഹുവിലേക്ക് അടുക്കുന്നുവോ അത് അനുസരിച്ച് അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന അവൻ്റെ സാന്നിധ്യവും സംരക്ഷണവും വാഗ്ദാനം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ അടിമകളായി മാറുമ്പോഴാണ്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട പ്രവാചകൻ അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. താങ്കൾ പ്രതിസന്ധികളിൽ ക്ഷമയോടെ തഖ്വയോടെ നിലകൊണ്ടാൽ താങ്കളുടെ കൂടെ അള്ളാഹു ഉണ്ടാവുമെന്ന സൂറത്തുൻ നഹലിൻ്റെ അവസാന ആയത്തിലെ വാഗ്ദാനത്തിൻ്റെ തൊട്ടുടനെ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങിയത്. പ്രവാചകന്മാരൊക്കെയും അള്ളാഹുവിൻ്റെ ഈ മഅയ്യത്തിനെ കുറിച്ച്, അള്ളാഹു കൂടെയുണ്ടാവും എന്നതിനെക്കുറിച്ചുള്ള ഉറച്ച വിശ്വാസമുള്ളവരായിരുന്നു. സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഹിജ്റ വേളയിൽ ഒളിച്ചിരിക്കുമ്പോൾ ശത്രുക്കളുടെ കൈകളിൽ പെട്ടുപോകുമോ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ മഅയ്യത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, അള്ളാഹു കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്ന സന്ദർഭം ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണല്ലോ. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാം ഇസ്രായേല്യരെയും കൂട്ടി ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ മുമ്പിൽ ചെങ്കടലും പിന്നിൽ ഫിർഔന്റെ മഹാസൈന്യവും ആയ ഒരു ഭീകരമായ സന്ദർഭത്തിൽ ഇസ്രായേലിയർ പേടിച്ച് കരഞ്ഞപ്പോൾ എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മഅയ്യത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മൂസാ നബി അവരെ ആശ്വസിപ്പിക്കുന്ന സന്ദർഭം ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൂറത്തിൻ്റെ അവസാന ഭാഗവും അടുത്ത് പഠിക്കാനിരിക്കുന്ന സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യ ഭാഗവും തമ്മിലുള്ള ബന്ധവും വളരെ വ്യക്തമാണ്. വഖുലിൽ ഹംദുലില്ലാ, താങ്കൾ അൽഹംദുലില്ലാ എന്ന് പറയുക എന്നാണല്ലോ ഈ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്തിൽ
അള്ളാഹു കൽപ്പിച്ചത്. അതിനുശേഷം സൂറത്തുൽ കഹ്ഫ് തുടങ്ങുന്നത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെയുള്ള ചില ബന്ധങ്ങൾ ഈ സൂറത്തിൻ്റെ അവസാനവും അടുത്ത സൂറത്തിൻ്റെ ആദ്യവും തമ്മിൽ നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അള്ളാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത സൂറത്ത് പഠിക്കുമ്പോൾ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.